ഒരു വലിയ മുതലാളിയുടെ അടിമച്ചക്കൻ എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ അവൻ എങ്ങോട്ടോ എറിയുന്ന കല്ല് മുതലാളിയുടെ പുതിയ കാറിന് കൊണ്ട് ഗ്ലാസ്സൊക്കെ പൊട്ടി. ഇയാളെ എത്ര പേടിച്ചിട്ടായിരിക്കും മുതലാളിയുടെ അടുത്തേക്ക് വരിക. ഇതേപോലെ വളരെ പേടിയോടെ താഴ്മയോടെ പെരുമാറണം ഉപ്പന്റെ ഉമ്മന്റെ മുമ്പിൽ നിന്ന്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നതാണ്, നിന്റെ ഉമ്മ റൂമിലുണ്ടെങ്കിൽ നിന്റെ വസ്ത്രം തന്നെ കുടയരുത്. കാരണം നിന്റെ വസ്ത്രം ഒന്ന് കുടഞ്ഞാൽ അതിലുള്ള പൊടിപടലങ്ങളൊക്കെ പാറിപ്പോയിട്ട് ഉമ്മ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ പറ്റിപ്പിടിക്കുമ്പോൾ അതൊരു അദബ് കേടല്ലേ. അത്രമാത്രം അവർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. എന്നിട്ട് നമ്മൾ തിരിച്ച് അവർക്ക് വേദന ഉണ്ടാക്കുന്ന വാക്കോ പ്രവർത്തനോ ആണെങ്കിൽ നമ്മളല്ലേ ഏറ്റവും കൂടുതൽ നന്ദി കെട്ടവർ. ലോകത്തൊരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും നല്ല കർമ്മം ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണെന്ന് പരിചയപ്പെടുത്തിയ മതമാണ് ഇസ്ലാം. നമ്മൾ ചെയ്യുന്ന മറ്റു ഇബാദത്തുകളെക്കാളെല്ലാം വലിയ കൂലിയും പ്രതിഫലവുമാണ് അള്ളാഹു ഇതിനെ സംവിധാനിച്ചിട്ടുള്ളത്. ആയുസ് വർദ്ധിക്കാൻ, ജീവിതത്തിൽ ബർക്കത്തുണ്ടാവാൻ, മക്കൾ നന്നാവാൻ, എല്ലാത്തിനും എന്തിന് സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഉപ്പക്കും ഉമ്മക്കും ഗുണം ചെയ്യുക എന്ന നന്മക്ക് അള്ളാഹു വെച്ചേക്കും.